അപ്പോൾ ഈ മനസാക്ഷിയുടെ കേസ് വേറൊരു സംഭവം കൂടി ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയതാണ്. അവൻ്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചു പോയി. പേഴ്സിൽ കുറച്ച് പൈസ ഉണ്ട്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, രേഖകൾ കുറേ ഉണ്ട്. ഇവൻ കേസ് കൊടുത്തു, സാധനം കിട്ടാനില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവനൊരു കൊറിയർ വന്നു. കൊറിയറിൽ ഇവൻ്റെ പേഴ്സുണ്ട്, ഒരു കുറിപ്പുണ്ട്: സുഹൃത്തെ, എനിക്ക് ആവശ്യമുള്ള പണം ഞാൻ എടുത്തു, നിങ്ങൾക്ക് ആവശ്യമുള്ള രേഖകൾ ഞാൻ തിരിച്ചു തരുന്നു, വിശ്വാസപൂർവ്വം കള്ളൻ, ഒപ്പ്. പക്ഷെ അന്ന് തന്നെ കള്ളനെ പിടിച്ചു. അങ്ങനെ കള്ളന് ഈ നന്മ മാത്രം ഉണ്ടായ പോരാ, കുറച്ച് ബുദ്ധിയും ബോധം വേണം. ഫ്രം അഡ്രസ്സ് എഴുതിയിട്ടാണ് ഇവൻ കൊറിയർ അയച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് മോഷണം കൂടിയപ്പോൾ ഞാനൊരു നാടൻ പട്ടീനെ വാങ്ങി വളർത്തി. അപ്പോൾ ഇവനൊരു പേരിടണം. സാധാരണ സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടറിനനുസരിച്ച് പേര് വരുമല്ലോ. അപ്പോൾ പോലീസാണെങ്കിൽ കോൺസ്റ്റബിൾ കുട്ടൻപിള്ള, വേലക്കാരി ആണെങ്കിൽ വേലക്കാരി ജാനു, തെങ്ങേറ്റക്കാരനാണെങ്കിൽ തെങ്ങേറ്റക്കാരൻ ചന്ദ്രൻ. അതുപോലെ പട്ടിക്ക് പേരിടുമ്പോഴും സ്ഥിരമുണ്ട് ജിമ്മി, ജൂലി, ടോമി, ടൈഗർ, കൈസർ. ഇങ്ങനെ സ്ഥിരം പേരുകളായിരിക്കും. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. നമ്മൾ വെറൈറ്റി ആണല്ലോ ആഗ്രഹിക്കണേ. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു പേരിടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് നല്ല മലയാളിത്തമുള്ളൊരു പേരിട്ടു: നിപുണൻ. ഞെട്ടിയില്ല, പട്ടി വരെ ഞെട്ടിയത് കേട്ടത്. നമ്മുടെ ഈ നിപുണൻ ഈ ആൾക്കാരെ, പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ നന്നായിട്ട് കുരയ്ക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇവന് ട്രെയിനിങ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സംഭവമാവുമല്ലോ. അങ്ങനെ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ട് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തു. 2 കമാൻഡ് പഠിപ്പിച്ചു, ഒന്ന് സിറ്റും ഒന്ന് ഷെയ്ക്ക് ഹാൻഡും. അപ്പോൾ കറക്റ്റ് പേര് പോലെ തന്നെ അവൻ ഇതിലൊരു നിപുണനായി. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. എന്നിലെ ട്രെയിനർ നല്ല സംഭവമാണല്ലോ. അപ്പോൾ ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതുവഴി പോകുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നിപുണനെ കൊണ്ട് ഓരോ ഷെയ്ക്ക് ഹാൻഡ് പഠിപ്പിക്കും. അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഞാൻ വിളിക്കുന്നു, നിപുണൻ വരുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. എനിക്ക് സന്തോഷം, നിപുണന് സന്തോഷം. അങ്ങനെ ഞാൻ വിളിച്ച് വന്നിരുന്ന നിപുണൻ വിളിക്കാതെ തന്നെ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അവസാനം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിപുണൻ ഈ പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാലുള്ള കുര നിർത്തി പകരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വീട്ടിൽ കള്ളം കാക്കാൻ വരുമ്പോൾ നിപുണൻ വരൂ, താങ്കൾ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഉള്ളിൽ കയറ്റിയിരുത്താൻ. രാജ് കലേഷ് എന്ന് പറയുന്ന ഒരു മജീഷ്യൻ ഉണ്ട്, ആങ്കർ കൂടെയാണ്. രാജ് കലേഷിന് വീട്ടിലെ പട്ടി ഇതുപോലെയാ. ആരെങ്കിലും വരുമ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവരുടെ കാലിലൊക്കെ ഇവര് പോകുമ്പോ വിരുന്നുകാർ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അതാണ് ആ കാണിക്കുന്നത് മുഴുവനും. അപ്പോൾ എല്ലാവരുടെ അനുഭവമാണല്ലേ. അപ്പോൾ എന്തായാലും ഈ പ്രശ്നം വെച്ച് ഞാൻ നിപുണനെ സ്ഥിരമായിട്ട് കൂട്ടിലടച്ചു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എല്ലാം എൻ്റെ അനുഭവമൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഒപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതും ഒരു മോഷണമല്ലേ എന്ന്. ഒരിക്കലുമല്ല. കാരണം കലാരംഗത്തെ മോഷണത്തിനുള്ള ഫ്രീക്ക് പേരാണ് ഇൻസ്പിറേഷൻ. താങ്ക് യു.